എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോടുകാർക്ക്, അതായത് വടകര, കൊയിലാണ്ടി, കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് ഒറ്റ ട്രെയിനേ ഉണ്ടായിരുന്നുള്ളൂ. അത് യശ്വന്ത്പൂരിൽ നിന്ന് നമ്മുടെ കണ്ണൂർ വരെ പോകുന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, ആ ഒരു ഒറ്റ ട്രെയിൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മംഗലാപുരം വഴി ഇവിടെ KSR ബംഗളൂരിൽ നിന്ന് പോകുന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് നീട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ വടകര, കൊയിലാണ്ടി വഴി കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. ആ ഒരു ട്രെയിൻ ഇപ്പോൾ 2 ദിവസമായി അങ്ങനെ ഓടുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു ട്രെയിന് കൂടെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് കിട്ടി. ഈ ഒരു ബസ് ലോബീൻ്റെ വലിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് കാലമായി അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട്. പക്ഷേ ഗവൺമെൻറ് ആ ഒരു ട്രെയിൻ ഇതുവരെ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെയിൽവേ അത് ഓടിച്ച് തുടങ്ങി. 2 ദിവസമായിട്ട് ഓടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് അതിനൊരു അവസരം കിട്ടി. അപ്പോൾ ഇതാ ഞാനിവിടെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണുള്ളത്. അതായത് നമ്മുടെ പഴയ മജസ്റ്റിക് സ്റ്റേഷൻ. KSR എന്ന് വെച്ചാൽ ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകണം. 9:35 ഇവിടുന്ന് ട്രെയിൻ. ഇപ്പോൾ 8:50. 10ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് തോന്നുന്നത് അത് കിടക്കുന്നത്. ഇവിടുന്ന് യശ്വന്ത്പൂർ ഈ ഒരു ട്രെയിൻ പോകുന്നത് നമ്മൾ സാധാരണ പോകുന്ന ഷൊർണൂർ വഴിയല്ല, ഇത് മംഗലാപുരം വഴിയാണ്. എന്നിട്ട് മംഗലാപുരം വഴി കാസർഗോഡ്, കണ്ണൂർ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം തലശ്ശേരി, വടകര, കൊയിലാണ്ടി, കോഴിക്കോട് എങ്ങനെയാണ്. അപ്പോൾ 2 ട്രെയിൻ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ വടകര, കൊയിലാണ്ടി, കോഴിക്കോടുള്ളവർക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. നമ്മൾ വലിയ പൈസ കൊടുത്ത് ബസ്സിനൊക്കെ വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി. നമുക്ക് എന്തായാലും നേരെ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോയിട്ട് ആ ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ടാവും. ആ ട്രെയിനിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ ബാംഗ്ലൂർ കുറേ നേരമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പം ഫുള്ള് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. മഴ പെയ്താൽ ഇത്രയും വൃത്തികെട്ടൊരു സിറ്റി വേറെ ഉണ്ടോയെന്ന് സംശയമാണ്. നമ്മളിതാ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയില്ലേ. അതിൻ്റെ മുകളിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലാണ് ഈ ഒരു സ്റ്റേഷൻ വരുന്നത്. നമുക്ക് ഇതുവഴി നേരെ അകത്തോട്ട് പോവാം. 10ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ കിടക്കുന്നതെന്നാണ് നോക്കിയപ്പോൾ കണ്ടത്. അതുവഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ നടന്നാൽ അവിടെ റോഡാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഒരു ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്. നമുക്കിതിന് നേരെ അകത്തോട്ട് പോവാം. നമ്മളെ ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു പഴയ ഒരു ലോക്കോമോട്ടീവിൻ്റെ ഒരു മാതൃക സ്റ്റെഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കർണാടകയായിട്ട് ബന്ധപ്പെട്ട കുറേ കലാരൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറി വരുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ സ്ക്രീനിൽ ഓരോ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ. നമുക്കിനി ഇതുവഴിയാണ് അകത്തോട്ട് പോകേണ്ടത്. നമ്മളെ ട്രെയിൻ അതിലുണ്ടോ എന്ന് നോക്കട്ടെ. അതാ KSR ബംഗളൂരു. ആ പേര് ഇവരെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ണൂർ എക്സ്പ്രസ് എന്നാണ് അതിൽ കിടക്കുന്നത്. അത് മാറി ഇപ്പോൾ KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് ആണ്. 21:35 നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. 16:51 KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ്. അത് പോയി. അപ്പോൾ അത് ഇപ്പോഴും കണ്ണൂർ എക്സ്പ്രസ്സിനാണ് കിടക്കുന്നത്. പക്ഷെ അത് മാറിയിട്ടുണ്ട്. ഇതിവിടെ മാറി, ബോർഡിൽ കൊടുത്തപ്പോൾ മാറായിട്ടായിരിക്കും. 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. സോലാപൂരിൽ നിന്ന് മുംബൈ ടു ബംഗളൂരു ട്രെയിനാണ്. 2 റൈഡ് ഷെയറിംഗ് ഉണ്ട്. സിദ്ധേശ്വർ ഉദയ് എക്സ്പ്രസ്. ഇതിപ്പോൾ ഉദയ് എക്സ്പ്രസ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, മുംബൈ ടു ബംഗളൂരു. എനിക്ക് ഈ ഒരു ട്രെയിൻ ആയിരുന്നില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വിചാരിച്ചത്. ഞാൻ ബാംഗ്ലൂർ ഈ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലോട്ട് പോകാൻ ഒരു 2 ആഴ്ച മുന്നേ ഒക്കെ ടിക്കറ്റ് നോക്കിയിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പെരുന്നാളിൻ്റെ ലീവൊക്കെ വരുന്നതുകൊണ്ട് ടിക്കറ്റ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ റെയിൽവേ ഈ ഒരു ട്രെയിന് അങ്ങോട്ട് നീട്ടുന്നത് കോഴിക്കോടേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇതിലെടുക്കാം. അങ്ങനെ തത്കാലമാണ് ഞാൻ ഈ ഒരു ടിക്കറ്റ് എടുത്തത്. 9-ലാണോ 10-ലാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. റെയിൽവേയുടെ ആപ്പിൽ നോക്കിയപ്പോൾ 9-ഉം അവിടെ നോക്കിയപ്പോൾ 10-ഉമാണ്. 10 തന്നെ ആവാനാണ് സാധ്യത. എന്തായാലും നമുക്ക് 10ാമത്തെ പ്ലാറ്റ്ഫോമിന് അങ്ങോട്ടേക്ക് പോവാം. രാത്രി ഒരുപാട് ട്രെയിനിന് പോകാനുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ടോ. എല്ലാം ഈ ഒരു ഭാഗത്തോട്ടാണ് കൂടുതൽ ആൾക്കാരും ഉള്ളത്. ഇനി അങ്ങോട്ട് ഒരുപാട് ട്രെയിൻ വരാനും പോകാനൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ തിരക്കാണ്. നമ്മളെ ട്രെയിൻ ഇത് അവിടെ 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. എൻ്റെ കോച്ച് വരുന്നത് B2 ആണ്. ഇവിടെ കന്നഡയിലാണ് എഴുതിയത്. B2 ആണ്. പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഇതിൻ്റെ ലോക്കോമോട്ടീവ് ഏതാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് എൻ്റെ കോച്ച് വരുന്നത്. 2024 മേടാണ്. പുതിയ കോച്ചാണ് കണ്ടോ. 2024 മേടാണ്. ഇതിൽ ഹിന്ദിയിലും കന്നഡയിലും ആണുള്ളത്. B2. എന്നാലും നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഏതാണ് ലോക്കോമോട്ടീവ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് നല്ലവണ്ണം ചുറ്റി വളഞ്ഞാട്ടോ പോകുന്നത്. അത് വേറെ കാര്യം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്.
മറ്റേ യശ്വന്ത്പൂർ വണ്ടിക്ക് പോകുന്ന പോലെയല്ല, നല്ല രസമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 9ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബെലഗാവിയിലോട്ട് പോകുന്ന ട്രെയിനാണ് ഈ പോകുന്നത്. KSR ബംഗളൂരു നിന്ന് ബെലഗാവിയിലോട്ട് പോകുന്ന എക്സ്പ്രസ്. അതാ ഇവിടെ നിന്ന് എടുത്തു. 9 മണിയാണ്, കറക്റ്റ് 9 മണിക്ക് തന്നെ ട്രെയിൻ എടുത്തു. അതിൻ്റെയൊക്കെ തിരക്ക് നോക്ക്, ഫുള്ളാളാ. ആ ഒരു ട്രെയിൻ പോയി. ഇപ്പം ഇങ്ങോട്ടൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതേതാന്ന് നോക്കട്ടെ. 8ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട്. വായിക്കാനും പറ്റുന്നില്ല. ഇത് ഗാന്ധിധാമെന്ന് ഇപ്പോൾ KSR ബംഗളൂരിലോട്ട് വന്നതാണെന്ന് തോന്നുന്നു. നല്ല പോവാണ്. ഇത് ഇവിടുന്ന് KSR ബംഗളൂരിൽ നിന്ന് ഗാന്ധിധാമിലോട്ട് പോവാം. അപ്പം നമ്മുടെ കാര്യത്തിലോട്ട് വന്നാൽ നമ്മുടെ ലോക്കോമോട്ടീവ് വരുന്നത് WDP 4D ആണ്. അതായത് ഒരു ഡീസൽ ലോക്കോമോട്ടീവാണ്. കണ്ടോ, ഇലക്ട്രിക് അല്ല. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അങ്ങോട്ട് തന്നെ പോവാം. WDP 4 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അങ്ങോട്ട് തന്നെ പോവാം. ജനറലിലൊക്കെ തിരക്കായി വരുന്നുണ്ട്. ഇപ്പോൾ സമയം 9 മണിയായി. 9:35 ഈ ഒരു ട്രെയിൻ ഇവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ ഫുഡ് ഞാൻ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു കുപ്പി വെള്ളം വാങ്ങണം. നമുക്ക് ട്രെയിൻ ഇവിടുന്ന് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാം. നമ്മളെ കോച്ചിൻ്റെ അടുത്തോട്ട് എന്തായാലും പോവാം. എനിക്ക് ചെറിയൊരു പണി കിട്ടി. ചെറുതല്ല, വലിയൊരു പണി കിട്ടി. ഞാൻ ഫുഡ് വാങ്ങിച്ച് അവിടെ എൻ്റെ പേഴ്സ് വെച്ച് മറന്നുപോയി. എൻ്റെ കസിനുണ്ട് ഇവിടെ. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യമല്ലേ. പൈസ അല്ല, എൻ്റെ കാർഡ്, എൻ്റെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഒക്കെ അതിൻ്റെ അകത്ത് ഉള്ളത്. എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ആദ്യം ക്യാഷ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം അവർ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് ക്യാഷ് പേഴ്സിലോട്ട് വെച്ചിട്ട് ആ കൗണ്ടറിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം പിന്നെ ഞാൻ ഊബറിന് അങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ ക്യാഷ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. വല്ലാത്ത ടെൻഷനായിപ്പോയി. ഞാനിപ്പം 2 ബോട്ടിൽ വെള്ളം വാങ്ങാൻ വേണ്ടി നോക്കുമ്പോഴാണ് തപ്പിയപ്പോൾ പേഴ്സ് കാണാണ്ടായത്. എന്താ അല്ലേ, ഇങ്ങനെ പണി കിട്ടി എന്താ ചെയ്യുക? കിട്ടുമെന്നറിയില്ല, നോക്കാം. വല്ലാത്ത ടെൻഷൻ. ഞാനെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ പോയി നോക്കട്ടെ. സാധനം കിട്ടിയ പോലെയായി. ഞാൻ ഇങ്ങോട്ട് വന്ന ഊബർ ആ ഓട്ടോയിൽ മിസ്സായതാണ്. അപ്പം ഞാൻ ഗൂഗിൾ പേ ആണല്ലോ ചെയ്തത്. അപ്പം അതിൽ പുള്ളിയുടെ നമ്പർ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ കഷ്ടപ്പെട്ട് വിളിച്ചു. നല്ല മനുഷ്യൻ കേട്ടോ. പുള്ളീൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. പുള്ളി കിട്ടിയിട്ടുണ്ടെന്ന്. സാധാരണ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയേണ്ട ഒരാവശ്യമില്ല. വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അങ്ങനെ നല്ല ആൾക്കാരുണ്ടല്ലോ. ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോയിട്ട് അത് ഒന്ന് കളക്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരാശ്വാസം. കാരണം പൈസയല്ല, അതിൻ്റെ അകത്തുള്ള കാർഡുകളെ. ഇനിയിപ്പം ഭക്ഷണം കഴിക്കാം. ട്രെയിനൊക്കെ എടുത്തു. ഒന്നും അപ്പോൾ പറയാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. അതാ പറ്റിയത്. ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് എല്ലാത്തൊരു ടെൻഷനൊക്കെ എന്തൊക്കെ ആയിപ്പോയി. ഒരു ഷുഗറൊക്കെ കുറഞ്ഞ പോലെ തോന്നുന്നു. ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും നമുക്ക് സംസാരിക്കാം. എൻ്റെ കസിനെ പോയിട്ട് അവന് കിട്ടിയിട്ടോ എൻ്റെ പേഴ്സ്. ഇപ്പോൾ ഒരു ശ്വാസം നേരെ വേണത്. നമ്മൾ WDP 4D കുറിച്ചും എന്തുകൊണ്ടാണ് അത് വെച്ചതെന്നൊക്കെ പറയാൻ വന്നിരുന്നു. പെട്ടെന്ന് വെള്ളം വാങ്ങാൻ പോയപ്പോഴാണല്ലോ തപ്പിയപ്പോൾ ഇത് കാണാത്തത്. ഫുൾ ടെൻഷനായിപ്പോയി. അപ്പോൾ എല്ലാം കൂടെ അതൊക്കെ നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 10:30 ആവുകയും ചെയ്തു. ഇപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. യശ്വന്ത്പൂരൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നല്ല ഉറക്കം. എല്ലാവരും ഓൾമോസ്റ്റ് കിടന്നിട്ടുണ്ട്. നമുക്കിനി നാളെ രാവിലെ എവിടെയാണോ എത്തുന്നത് അവിടെ എത്തിയിട്ട് ഞാൻ മൊത്തം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും പോയിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാനിതാ ഇപ്പം മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. നമ്മുടെ ട്രെയിൻ ഇത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 2-3 മിനിറ്റായി ട്രെയിനോടെ വന്നിട്ട്. ഇന്നലെ രാത്രി വല്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ പേഴ്സ് പോയി, അത് കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. എവിടെയാണ് മിസ്സായെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ഫുഡ് വാങ്ങിച്ചപ്പോൾ അവിടെ വെച്ച് പോയി എന്നാണ്. പക്ഷേ പിന്നെ അത് ഓട്ടോയിലായിരുന്നു. അത് ഞാൻ പുള്ളിക്ക് ഗൂഗിൾ പേ ചെയ്തപ്പോൾ അതിൽ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചപ്പം നല്ല മനുഷ്യൻ. കാരണം നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ അപ്പം തന്നെ നോക്കണമെന്നില്ല. വേറെ ഏതും കോട്ടത്തിലാണെങ്കിൽ അതവിടെ കിടക്കട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. നോക്കാൻ പോലും നമ്മൾ ചിലപ്പോൾ ചെയ്യില്ല. പക്ഷേ പുള്ളി അപ്പം തന്നെ നോക്കി, അപ്പം തന്നെ തിരിച്ച് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. പുള്ളി കന്നഡയിലാണല്ലോ പറയുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് ട്രെയിനിൽ കന്നഡ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ അയാളുടെ അടുത്ത് കാര്യം പറഞ്ഞു.
അപ്പോൾ അയാൾ വിളിച്ചപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു പുള്ളീൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പോയി വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കസിനെ വിളിച്ചു, അവൻ്റെ അടുത്ത് പറഞ്ഞു. അവനങ്ങനെ JP നഗറിലോട്ട് പോയി പുള്ളീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. ശരിക്കും ആലോചിച്ച് നോക്ക്, എന്ത് നല്ല മനുഷ്യരല്ലേ. അത് സംഭവം കിട്ടിയിട്ടില്ല എന്ന് പറയാം പുള്ളിക്കത്, കാരണം അതിൽ കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ അത് വേണം എടുക്കാം. അപ്പം ഇങ്ങനെയുള്ള കുറേ നല്ല ആളുകൾ ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലോകം മോശമായി പോകാത്തതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പുള്ളിയുടെ പേര് പ്രകാശ് എന്നാണ്. പുള്ളി എന്തായാലും ഈ വീഡിയോ കാണാനൊന്നും പോകുന്നില്ല, പുള്ളീനെ ഇനി ഞാൻ ചിലപ്പം കാണാൻ പോകുന്നില്ല. നമ്പർ എന്തായാലും കയ്യിലുണ്ട്, എപ്പോഴെങ്കിലും ഇനി വരുമ്പം പുള്ളീനൊന്ന് വിളിക്കണമെന്നുണ്ട്. എന്തായാലും പുള്ളിക്ക് വലിയൊരു താങ്ക്സ്. ശരിക്ക് അവരൊക്കെയാണ് എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ആളുകൾ എന്ന് പറയുന്നത്. നമ്മുടേതല്ലാത്തൊരു സാധനം നമ്മളെ കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന, നമുക്ക് മാതൃകയാക്കേണ്ട ആളുകളാണ്. ഒരു അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്താ പറയുക കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. ബാംഗ്ലൂർ പോലെ തിരക്കുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയണ്ട, ഇത്രയും തിരക്കുള്ളൊരു സ്ഥലം, അവിടെ കഷ്ടപ്പെട്ട് ഓട്ടോ ഓടിച്ച് ജീവിക്കുക. അപ്പം കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടും എൻ്റേതല്ല, അത് എനിക്കുള്ളതല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റൊരാളുടേതാണ് എന്നുള്ളതിൽ അത് അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഈ രാവിലെ ഭയങ്കര സന്തോഷത്തോടു കൂടി എണീറ്റ് തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ ട്രെയിനിനെ പറ്റി അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാം. നമ്മുടെ കോച്ചിവിടെ തന്നെ ഉണ്ട്. അങ്ങനെ വല്ലാത്തൊരു ദിവസമല്ലേ. നമ്മുടെ ട്രെയിൻ ഇതാപ്പം മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. ഇത് സെൻട്രലിലും പോവും, ജംഗ്ഷനിൽ മാത്രമല്ല. തൊട്ടപ്പുറത്ത് ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് തിരുനെൽവേലിയിൽ നിന്ന് മംഗലാപുരം ജംഗ്ഷൻ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. തിരുനെൽവേലി മംഗലാപുരം ജംഗ്ഷൻ. അപ്പോൾ അതാണ് ഇതാ അവിടെ 2ാമത്തെ പ്ലാറ്റ്ഫോം അല്ല 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അത് കിടക്കുന്നത്. നല്ല ഉറക്കം കിട്ടി ഇന്നലെ. ഞാൻ വിചാരിച്ചു ഇന്നലെ ഫുൾ ഉറക്കമൊക്കെ പോകുന്നതാണ്. നമ്മളെ ട്രെയിൻ ഇതാ അവിടെ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് മംഗലാപുരം സെൻട്രലാണ്. ജംഗ്ഷനിലും സെൻട്രലിലും പോകുന്ന ട്രെയിനുകൾ പൊതുവേ കുറവാണ്. ജംഗ്ഷൻ പോകുന്ന ട്രെയിനുകൾ സെൻട്രലിലോട്ട് പോകില്ല, സെൻട്രലിൽ പോകുന്ന ട്രെയിനുകൾ ജംഗ്ഷനിലോട്ടും വരാറില്ല. ലോങ്ങിൽ നിന്നൊക്കെ വരുന്ന ട്രെയിനുകളാണ് ഈ ജംഗ്ഷൻ വഴി പോകുന്നത്. സെൻട്രലിൽ പൊതുവേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളാണ് ഉണ്ടാവാറ്. ഇത് 2 സ്ഥലത്തും പോകുന്നുണ്ട്. അവിടെ തിരുനെൽവേലി മംഗലാപുരം ജംഗ്ഷൻ ട്രെയിനിൻ്റെ റേക്ക് കിടക്കുന്നുണ്ടോ? ഇവിടെ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. മൊത്തം പൊളിച്ചു പണിയാ സ്റ്റേഷൻ. ഇപ്പം എല്ലാ സ്റ്റേഷനിലും റിനോവേഷൻ നടക്കുന്നുണ്ടല്ലോ. അതാ അതിന് വേബ് 7 മംഗലൂരു ജംഗ്ഷൻ. ഒരു ട്രെയിന് മൊത്തം 7 സ്ലീപ്പർ കോച്ച്, അതുപോലെ തന്നെ 4 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC, പിന്നെ ബാക്കിലും 2 ജനറൽ, ഫ്രണ്ടിലും 2 ജനറൽ കോച്ച്. ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെയിന് ഡീസൽ ലോക്കോമോട്ടീവ് കൊടുത്തതെന്ന്. നമ്മുടെ മംഗലാപുരം ബാംഗ്ലൂർ റൂട്ടില്ലേ, അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നമ്മൾ ഗോമതേശ്വര എക്സ്പ്രസ്സിന് പോകാൻ നോക്കുമ്പം ആ ട്രെയിന് ക്യാൻസലായിരുന്നു. കാരണം പകൽ സമയത്ത് അവിടെ ഈ ഇലക്ട്രിഫിക്കേഷൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അതും മുഴുവനായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ആ റൂട്ട് എന്താ എത്ര സമയം എടുക്കുന്നത് വെച്ചാൽ അതൊരു ഗാർഡ് സെക്ഷനാണ്. അതായത് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് കയറി ഇറങ്ങിയാണ് ആ ഒരു ഇത് വരുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് മൊത്തം കയറ്റം ഇറക്കമൊക്കെയാണ്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആ റൂട്ട് നല്ല സമയം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രെയിൻ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരുന്നത്. പിന്നെ അവിടെ എത്തുമ്പോൾ ശരിക്കും പുഷ്പുളാണ്. ഒരു എൻജിൻ ഫ്രണ്ടിൽ സാധാ പോലെ ഉണ്ടാവും, ബാക്കിൽ ഒരു എൻജിൻ തള്ളാനുണ്ടാവും. അങ്ങനെയുള്ള ട്രെയിനുകളാണ് പുഷ്പുൾ ട്രെയിനുകൾ എന്ന് പറയുക. ആ റൂട്ടിൽ ട്രെയിൻ വരുന്ന സമയത്ത് ഒരു സെക്ഷൻ എത്തുമ്പോൾ അങ്ങനെയാണ് ഓടുക, കാരണം കയറ്റം ഇറക്കം ആയതുകൊണ്ട്. നമ്മളിതാ ഇപ്പം സെൻട്രലിൻ്റെ ഔട്ടറിൽ വന്നിട്ട് പിടിച്ചിട്ടേ ആവുന്നു. നോക്കട്ടെ.
അതുപോലെ ഈ ഒരു ട്രെയിനില്ലേ, ഇത് അവിടെ KSR ബംഗളൂരു നിന്ന് രാത്രി 9:30 എടുത്തിട്ട് 12:30 ആ ടൈമിനാണ് കോഴിക്കോട് എത്തുന്നത്. അപ്പം അത്രയും സമയം എടുക്കും. നമ്മൾ ഒരു ദിവസം രാത്രി കയറിയാൽ പിറ്റേന്ന് രാവിലെ എത്തില്ല, ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ കോഴിക്കോട് എത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് വരാൻ പറ്റുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. തിരക്കായിട്ടിപ്പം രാവിലെ തന്നെ നമുക്ക് നാട്ടിലെത്തണമെങ്കിൽ ഈ ട്രെയിൻ കൊണ്ട് കാര്യമില്ല. അത് കണ്ണൂർ എത്തുമ്പം തന്നെ 10:30 ആ സമയം 10:30 10:45 ആവാറുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തതാണല്ലോ. എന്നാലും നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് തന്നെ നാട്ടിലോട്ട് വരാൻ പറ്റിയൊരു ട്രെയിനാണ്. നമ്മൾ ബസ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചീപ്പായിട്ട് തന്നെ വരാൻ പറ്റും. എന്തായാലും നമുക്കൊരു ഹെൽപ്പാണ്, പ്രത്യേകിച്ച് വടകര, കൊയിലാണ്ടി, കോഴിക്കോടുള്ളവർക്ക്. എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഈ പറഞ്ഞ പോലെ വടകര, കൊയിലാണ്ടി, കോഴിക്കോടുകാരുണ്ടാവുന്നു. കാരണം ഈ ട്രെയിനിൻ്റെ ബുക്കിംഗ് ഒന്നും പെട്ടെന്നല്ലേ തുടങ്ങിയത്. ആ സമയത്ത് ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ തത്കാലാണല്ലോ എടുത്തത്. അതുപോലെ തത്കാലം എടുത്തവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒക്കെ അങ്ങോട്ടേക്ക്. ഇനി അപ്പോൾ അങ്ങോട്ടേക്ക് എന്താ ബുക്കിംഗ് 2 ആഴ്ച മുന്നേ ഒക്കെ തീരാറുണ്ട്. അത്രയും വേണം. ഇപ്പം പിന്നെ പ്രത്യേകിച്ചും പെരുന്നാൾ വരെ ആയതുകൊണ്ടാണ് കുറേ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ വിറ്റ് തീർന്നത്. ഈ 2 ട്രാക്ക് കണ്ടോ, ഇത് നമ്മുടെ മംഗലാപുരം സെൻട്രൽ സ്റ്റേഷൻ ടച്ച് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ട്രാക്കുകളാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ജംഗ്ഷനിൽ വഴി വരുന്ന ട്രെയിനുകളൊന്നും സെൻട്രലിലോട്ട് പോകാറില്ല. സെൻട്രൽ വേറൊരു ഭാഗത്ത് തന്നെ കിടക്കുന്ന സ്റ്റേഷനാണ്. അപ്പം പക്ഷെ നമ്മളിപ്പം സെൻട്രലിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ട്രാക്ക് വഴി പോകാണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ കുറേ നായ്ക്കൾ ട്രാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അല്ല, ഒന്നിൻ്റെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ട്. മൊത്തം 4-5 എണ്ണം ഉണ്ട്. ഇതാ ഫുള്ളിങ്ങനെ യൂട്ടേൺ പോലെ അടിച്ചിട്ടാണ് സെൻട്രലിലോട്ട് പോകുന്നത്. സെൻട്രലിൽ ശരിക്കും ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്റ്റേഷനാണ്. അവിടുന്ന് കുറേ ട്രെയിനുകൾ സ്റ്റാർട്ട്. അവിടെ ചെറിയൊരു ഗ്രൗണ്ട് കണ്ടോ, കാണുന്നൊക്കെ മംഗലാപുരം സിറ്റിയാണ്. ഇവിടെയൊക്കെ ഇതാ മെറ്റൽ വാരിയിട്ടുണ്ടോ. ഇത് ഇത്ര സമയം കഴിയുമ്പം ഈ മെറ്റലൊക്കെ എങ്ങനെ മാറ്റും, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അതാണ് അവിടെ ഒരു റെഡ് ഇത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തത്. ഇവിടെയൊക്കെ വാരിയിട്ട് പുതിയ മെറ്റൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ജോലിക്കാരാന്ന് നോക്ക്. ഇത്രയും ആൾക്കാരുടെ അധ്വാന ഫലമായിട്ട് ഇതൊക്കെ. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത്. ഇത്ര ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇത്ര സ്മൂത്തായിട്ട് ട്രാക്കിലൂടെയൊക്കെ പോകുന്നത്. ഈ ഒരു ചൂടിൽ, ഈ വെയിലിൽ അവരിങ്ങനെ ബുദ്ധിമുട്ട് നോക്ക്. ശരിക്കും റെയിൽവേയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇവരാണ്, ട്രാക്ക് മെയിൻ്റനൻസ് ചെയ്യുന്ന ജീവനക്കാർ. നമ്മളിപ്പോൾ ഇതാ മംഗലാപുരം സെൻട്രൽ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. നമ്മുടെ മാവേലീൻ്റെ റേക്കും വേറെ ഏതൊക്കെ ലോക്കലിൻ്റെ റേക്കൊക്കെ ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് സമയം എടുക്കും, കാരണം ലോക്കോ റിവേഴ്സൽ വേണം. ഇത് ഡെഡ് എൻഡ് സ്റ്റേഷനാണ്, സെൻട്രലല്ലേ. അപ്പോൾ ഇനി അവിടുന്ന് ലോക്കോമോട്ടീവ് ഊരി ബാക്ക് കൊണ്ടേക്ക് ഘടിപ്പിച്ചാണ് നമ്മൾ പോവുക. ഇവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കിടക്കുന്നുണ്ട്.
വെസ്റ്റ് കോസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് നിർത്തിയിട്ടത്. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, ശരിക്കും അത് തമിഴ്നാട്ടിലുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന വണ്ടിയാണ്. നമുക്കിവിടെ രാത്രി 12 മണി, 1 മണി, 2 മണി ആ ടൈമിനൊക്കെയാണ് ആ ഒരു ട്രെയിൻ പോകുന്നത്. അവർക്ക് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു മെയിലും ഒരു സൂപ്പർ ഫാസ്റ്റും ഉണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് സമയം എടുക്കും എന്തായാലും. ലോക്കോ ചേഞ്ച് ചെയ്യണ്ടേ? ഒരു ചായ കുടിച്ചാലോ? ഒരു ചായ വാങ്ങിക്കല്ലേ? ഒരു ചായ വാങ്ങിച്ചു. ഭക്ഷണം എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കഴിക്കാം. രാവിലെ സ്റ്റേഷനിൽ ഒന്നും വാങ്ങി കഴിക്കുന്നില്ല. എന്നാൽ രാത്രി നമ്മൾ നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വിശപ്പൊന്നുമില്ല. നമ്മുടെ ലോക്കോ റിവേഴ്സൽ എന്തായോ എന്ന് അറിയില്ല, നോക്കട്ടെ. ഈ ഒരു കോച്ചിൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണ് ഉണ്ടോ? അത്ര പുതിയ കോച്ചൊന്നുമല്ല, അത്യാവശ്യം പഴക്കമുള്ള കോച്ചുകളാണ്. നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ചെയ്ത ലോക്കോമോട്ടീവ് ഏതാണെന്നും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പുറത്ത് വെസ്റ്റ് കോസ്റ്റ് കിടക്കുകയാണ്. വാബ് 7 ആക്കി, കണ്ടില്ലേ? ഇത്രയും നേരം നമ്മൾ WDP 4Dയിലാണ് വന്നത്. ഡീസൽ ലോക്കോമോട്ടീവ് ആണെങ്കിൽ ഇവിടെ നിന്ന് അത് ചേഞ്ച് ചെയ്തിട്ട് വാബ് 7 ആക്കി. കാരണം ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷനുള്ള റൂട്ടാണ് കോഴിക്കോട് വരെ. മംഗളൂരു സെൻട്രൽ. നമുക്ക് അത് ഏത് ഷെഡിൻ്റെ ആണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. വിജയവാഡ ഷെഡിൻ്റെ വാബ് 7. ഇവിടെ ഏതാ അതിൻ്റെ ജോയിൻ്റ് ചെയ്യുന്ന പണിയൊക്കെ നടക്കുക, കണ്ടോ? വിജയവാഡ ഷെഡിൻ്റെ വാബ് 7 അവിടെ എപ്പോഴും ആ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ലോക്കോമോട്ടീവ്. അപ്പോൾ ഇത് കവച് ഉള്ള ഒരു ലോക്കോമോട്ടീവ് ആട്ടോ. എല്ലാ ഇതിനും വന്നിട്ടില്ല. അവിടെ കണ്ടോ ഒരു ബ്രാക്കറ്റിൽ കവച് എന്ന് എഴുതി വെച്ച കണ്ടോ? അതായത് അതെന്താണെന്ന് വെച്ചാൽ 2 ട്രെയിന് ഒരേ ട്രാക്കിലൂടെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ആവും. അതാണ് കവച് സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ അത് ഈ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ സിസ്റ്റമാണ് കവച്. അതിപ്പം ഓരോ ട്രെയിനിൽ ആക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് അവിടെ സെൻട്രലിൽ കവച് എന്ന് എഴുതി വെച്ചത്. നല്ല സിസ്റ്റമാണ്. നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ മുന്നേ വൈറലായിരുന്നു. ഒരു ട്രെയിൻ വരുന്നുണ്ട്, നമ്മുടെ പാസഞ്ചർ ട്രെയിനാണ് വരുന്നത്. ഒരു വാബ് 4 ആരക്കോണ ഷെഡിൻ്റെ. ഇതിൻ്റെ സെക്കൻഡ് AC കോച്ചാ. ഓക്കെ, നമ്മുടെ കോച്ചിന് അങ്ങോട്ട് പോവാം. നമ്മൾ ട്രെയിൻ ഇത് അവിടെ നിന്ന് എടുത്തു കേട്ടോ. അത് ഓപ്പോസിറ്റ് മാവേലിയാണ് വന്ന് കിടക്കുന്നത്. 8:20 മാവേലി എത്തിയതാ. ഇപ്പോൾ ബാക്കിൽ മലബാറൊക്കെ വരാനുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കാസർഗോഡാണ്. അതേ കിടക്കുന്നു മാവേലി. ഈ ട്രെയിൻ ഇനി ഇവിടുന്ന് മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ട് അവിടുത്തെ ഗോവയ്ക്ക് പോകും. എന്നിട്ട് വൈകുന്നേരം തിരിച്ച് വന്നിട്ട് വീണ്ടും മാവേലി ആയിട്ട് തിരുവനന്തപുരം പോകും. ഇതിന് റൈഡ് ഷെയറിംഗ് ഉണ്ട് ഈ ട്രെയിനിന്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ.
നേത്രാവതി റിവർ. നമ്മളിതാ നേത്രാവതി പാലത്തിലോട്ട് കയറാൻ പോവാ. നല്ല ഭംഗിയുള്ള പാലാണ്, വലിയ പുഴയും നല്ല ഭംഗിയുള്ള പാലവും. ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തോട്ട് വരുന്ന ഒരു ബ്രിഡ്ജ് കണ്ടോ, ഫുള്ള് സെറ്റപ്പ് ഒക്കെ. നമ്മളെ ബ്രിഡ്ജ് അങ്ങനെയല്ല, നോർമൽ ടൈപ്പാണ്. ഇതൊരു ഐക്കോണിക്കാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡ് പോയാൽ നമുക്ക് റോഡ് കാണാം കണ്ടോ, അതുവഴിയാണ് റോഡിൻ്റെ ബ്രിഡ്ജ് പോകുന്നത്. ഇതാ രസം. പക്ഷേ ഒരു ട്രെയിൻ വരുന്നായിരുന്നു അല്ലേ, നല്ല ഭംഗിയായാലേ. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിന് ഈ പുഴയുടെ പേരെന്നാണ്. കാരണം അത് ആദ്യം മംഗലാപുരം വരെയായിരുന്നു, മുംബൈ മംഗലാപുരം വണ്ടിയായിരുന്നു, പിന്നെയാണ് അത് നീട്ടിയത്. അതുകൊണ്ടാണ് ഈ ഒരു പുഴയുടെ പേര് കൊടുത്തത്. പണ്ടത്തെ ടൈപ്പ് കാല് കണ്ടോ, കല്ലിൽ കെട്ടിപ്പൊക്കിയെടുത്ത. വെള്ളം കുറവാ, ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരു കളർ തന്നെ നോക്ക്. പക്ഷെ ഒരു ട്രെയിൻ വരണമായിരുന്നു അല്ലേ, അടിപൊളിയായനെ. അവിടെയൊക്കെ എന്തൊക്കെയോ വ്യവസായശാലകളൊക്കെ കാണാം. അപ്പുറം കുറച്ച് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ഒരാൾ നടന്നു പോകുന്ന നോക്ക്. ഇതിൻ്റെ മുകളിൽ പണി നടക്കുന്നു. പെയിന്റിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. അതിന്റെ ആളാ ഇവിടെ കണ്ടോ, അതിൻ്റെ അത്. നമ്മള് നേത്രാവതി പുഴ കടന്നു. നമ്മളിതാ കാസർഗോഡ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടോ. ഒട്ടും തിരക്കില്ലാണ്ട് കിടക്കുന്ന സ്റ്റേഷൻ. സ്റ്റേഷനിൽ കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു, അവിടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട്, നീലേശ്വരം, പയ്യന്നൂർ, എന്നിട്ടാണ് കണ്ണൂർ വരുന്നത്. ഇത്രയും സ്റ്റേഷൻ ഇടയിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി, മാഹി. ഇതിന് സ്റ്റോപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. തലശ്ശേരി, മാഹി ഉണ്ടെങ്കിൽ മാഹി, വടകര, കൊയിലാണ്ടി, കോഴിക്കോട്. ഇത്രയാണ്. നമ്മളൊരു 11:30 ആകുമ്പം അവിടെ കൊയിലാണ്ടി എത്തും. നമ്മളിതാ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലെത്തി. ഓപ്പോസിറ്റ് നമ്മുടെ മലബാറാന്ന് തോന്നുന്നു, തിരുവനന്തപുരം മംഗലാപുരം സെൻട്രൽ മലബാർ. ഇതിലേതോ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ട് തോന്നുന്നു. അവിടെ കുറേ കോൺഗ്രസ്സുകാരെ, ലീഗുകാരെയൊക്കെ കണ്ടു. നമ്മളിനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് നീലേശ്വരമാണ്. നീലേശ്വരം കഴിഞ്ഞാൽ പയ്യന്നൂർ, കണ്ണൂർ. നമ്മളെ ട്രെയിൻ ഇത് അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇനി നീലേശ്വരം. സോറി, ഇത് മലബാർ അല്ല കേട്ടോ, ഇത് മംഗലാപുരം എക്സ്പ്രസ്സാ. ഇതിൽ ഇറങ്ങിയവരെ ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തിക്കുന്ന. നമ്മളിപ്പോൾ ഇതാ ഇവിടെ നീലേശ്വരം സ്റ്റേഷനാണ്. ഞാൻ പറയാൻ വന്നതല്ല, ഇത് കണ്ടോ നിങ്ങൾ, കാഞ്ഞങ്ങാട്, നീലേശ്വരം രണ്ടിൻ്റെ ഇടയിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഈ രണ്ടിടത്ത് സ്റ്റോപ്പുണ്ട്. അത് നമ്മുടെ അമൃത് ഭാരത് ഇല്ലേ, പുതുതായിട്ട് വന്നേ, മംഗലാപുരം, തിരുവനന്തപുരം, ആ ഒരു അമൃത് ഭാരത് ഈ 2 സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെറും 10 കിലോമീറ്ററാണ്. പക്ഷേ വടകരയുടെയും കോഴിക്കോടിൻ്റെ ഇടയിൽ ഏകദേശം 50 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കൊയിലാണ്ടി സ്റ്റേഷൻ വരുന്നത്. അതായത് കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോടോട്ടും വടകരയിലോട്ടും ഏകദേശം 25 കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരമുണ്ട്.
പക്ഷെ അവിടെ സ്റ്റോപ്പില്ല. ഈ 10 കിലോമീറ്ററിൻ്റെ ഇടയിൽ വരുന്ന 2 സ്റ്റേഷനിൽ ഞാൻ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കൊയിലാണ്ടിനേക്കാളും ഗ്രേഡ് നോക്കുകയാണെങ്കിൽ താഴെയുള്ള 2 സ്റ്റേഷൻസാണ്. നീലേശ്വരത്തു നിന്ന് നമ്മളെ ട്രെയിൻ എടുത്തു. നമ്മളെ ട്രെയിൻ ഇതാ അടുത്ത സ്റ്റേഷൻ പയ്യന്നൂരോട്ട് കയറാണ്. അവിടെയാണ് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത്. പയ്യന്നൂർ സ്റ്റേഷൻ. ഇവിടെ ഇപ്പം അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇപ്പം ഇങ്ങോട്ടേക്ക് ഏതോ ട്രെയിൻ വരാനുണ്ട് എന്ന് തോന്നുന്നു. കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വരാനുണ്ട്. ഇവിടെയും ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം അടിപൊളിയാക്കുക. ആ ഒരു മരം JCB വെച്ച് എൻ്റെ കുറ്റി പൊളിക്കുക. നല്ല പണിയാണ് അത്. നല്ല വലിയ വേരൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ കണ്ണൂർ. അങ്ങനെ നമ്മളിതാ കണ്ണൂർ സ്റ്റേഷനിലോട്ട് എത്തി. നമ്മുടെ യശ്വന്തൂർ കണ്ണൂർ എക്സ്പ്രസ് അവിടെ വന്ന് കിടക്കുന്ന അവിടെ നേരത്തെ എത്തി. മുന്നേതാ ഇവിടം വരെയായിരുന്നു ഈ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ മാഹി സ്റ്റോപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. മാഹി സ്റ്റോപ്പില്ല കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് തലശ്ശേരി, വടകര, കൊയിലാണ്ടി, കോഴിക്കോട്. നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ട്രെയിനായി. ഒന്ന് KSR ബംഗളൂരിൽ നിന്ന് വരുന്ന ഈ ട്രെയിനും അതുപോലെ യശ്വന്തപൂരിൽ നിന്ന് വരുന്ന അവിടെ കിടക്കുന്ന ആ ഒരു ട്രെയിനും. ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് അത് വടകര, കൊയിലാണ്ടി, കോഴിക്കോടുള്ളവർക്ക് 2 ട്രെയിനായി. കറക്റ്റ് ടൈം തന്നെയാണ്, ലേറ്റ് ഒന്നുമില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോം. ഇത് കണ്ടപ്പോൾ സമയം 10:32 നമ്മളിവിടെ കണ്ണൂർ 10:18 എത്തിയതാ. ഇനി ഇവിടുന്ന് 11 മണിക്ക് എടുക്കുള്ളൂ. ഇനിയും നമ്മൾ അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഈ ട്രെയിന് പണ്ട് കണ്ണൂർ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ടൈമിൻ്റെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ പണ്ട് ഈ ട്രെയിൻ കണ്ണൂർ വരെയായിരുന്നല്ലോ. അപ്പം സ്ലാക്ക് ടൈം കൊടുക്കും. എവിടെയെങ്കിലും ലേറ്റ് ആയാൽ ഇവിടെ എത്തുന്ന സമയം ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം കൊടുക്കും. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേഷൻ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈം എത്തുക എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. അപ്പം കണ്ണൂരായിരുന്നു ലാസ്റ്റ് സ്റ്റേഷൻ, അതുകൊണ്ടാണ് ഇത്ര സ്ലാക്ക് ടൈം വന്നത്. ഇനിയിപ്പോൾ അതൊക്കെ റിവേഴ്സ് ചെയ്ത് മാറ്റുമായിരിക്കും. ടൈം ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം ആ ടൈമൊക്കെ മാറ്റി ഇനി കോഴിക്കോട് ഒരു ടൈം എത്തുന്ന പോലെ ആക്കുമായിരിക്കും. ഇല്ലെങ്കിൽ കണ്ണൂർ വന്നിട്ട് എപ്പോഴും നമ്മൾ ഒരു 3/4 മണിക്കൂർ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരും. അത് റെയിൽവേ മെല്ലെ മെല്ലെ മാറ്റുമായിരിക്കും. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെ ഏകദേശം 3/4 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. നമ്മുടെ വൈകുന്നേരം പോകാനുള്ള മെമു ആണ് കിടക്കുന്നത്. ഇത്ര സമയം വെറുതെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് 3/4 മണിക്കൂറാണ് വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തലശ്ശേരിയാണ്, പിന്നെ വടകര, പിന്നെ കൊയിലാണ്ടി, പിന്നെ കോഴിക്കോട്. അവിടെ കുറച്ച് ബിൽഡിങ് കണ്ടോ, ഓട്ടോ ഒക്കെ നിർത്തിയിട്ട്. അവിടുന്ന് ആ റോഡ് പോകുന്നതാണ് കണ്ണൂർ പുതിയ സ്റ്റാൻഡ്. തലശ്ശേരിയുടെയും കണ്ണൂരിൻ്റെ ഇടയിൽ വരുന്നൊരു സ്റ്റേഷനാണ് എടക്കാട് എന്ന് പറഞ്ഞിട്ട്. കുറേ മരങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. പക്ഷേ കുറേ മരങ്ങൾ വെട്ടിക്കളഞ്ഞതുകൊണ്ടാണ്. അത് രസമാണ് ഈ ഒരു സ്റ്റേഷൻ. ഒരു കുഞ്ഞ് സ്റ്റേഷൻ. ഇവിടെ മറ്റേ പാസഞ്ചർ ട്രെയിന് മാത്രമേ സ്റ്റോപ്പുള്ളൂ, വേറെ ട്രെയിനൊന്നും സ്റ്റോപ്പില്ല. കണ്ടോ കുറേ മരങ്ങളൊക്കെ ആയിട്ട്. എടക്കാട്. തലശ്ശേരി എത്തുന്നതിന് മുന്നേ ഈ ഭാഗത്ത് നല്ല ഭംഗിയിൽ ഒരു വെള്ളം കെട്ടിക്കുന്നത്, അതൊരു പുഴയുടെ ഭാഗം തന്നെയാണ്. അവിടെ ആയിട്ടൊരു കുറേ വീടുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ആ ഒരു ഭാഗത്ത് ഒരു കർവ് നോക്കാം. ഒരു പഴയ വീട് കണ്ടോ.
അങ്ങനെ നമ്മൾ തലശ്ശേരി സ്റ്റേഷനിലോട്ട് എത്തി. എന്തായാലും ഇതിലധികം ആൾ കയറാനൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിപ്പോൾ ഓടി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടെ ഇറങ്ങാനുണ്ടാവും, അതും കുറവാണ്. എൻ്റെ കോച്ച് ഫുൾ കാലിയായി. നമ്മളിതാ വടകര സ്റ്റേഷനിലോട്ട് എത്തി. ഇവിടെ ഇപ്പോൾ ഏറനാട് വരാനുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. പതിനൊന്ന് 41 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊയിലാണ്ടി എത്തും. നമ്മളെ കോച്ച് ഓൾമോസ്റ്റ് കാലിയായി, ആകെ 2 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. നമ്മുടെ ഈ ഒരു വിൻഡോ ഒട്ടും വിസിബിൾ അല്ല. ഇതാ നമ്മൾ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടി സ്റ്റേഷനിൽ 2ാമത്തെ പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു ക്യാമ്പിംഗ് കോച്ച് കിടക്കുന്നുണ്ട്, അതായത് ട്രാക്കിൽ പണിയെടുക്കുന്ന ആ സ്റ്റാഫിൻ്റെ കോച്ചാത്. അങ്ങനെ നമ്മളെ ട്രെയിൻ ഇതാ ഇവിടെ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. KSR ബംഗളൂരു കോഴിക്കോട്. അതാ നമ്മുടെ ട്രെയിൻ പോയി. ഇന്നലെ നമ്മൾ രാത്രി ഒരു 9:30 ആ ടൈമിന് KSR ബംഗളൂരിൽ നിന്ന് ആരംഭിച്ചൊരു യാത്ര ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം ഇവിടെ കൊയിലാണ്ടി സ്റ്റേഷനിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പുതിയ ട്രെയിനും കൂടെ കിട്ടി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനും കൂടെ പറ്റി. ഇനിയിപ്പോൾ 2 ട്രെയിൻ ഉണ്ടല്ലോ, നമുക്ക് KSR എന്നുണ്ട്, യശ്വന്ത്പൂർ എന്നുണ്ട്. ഒന്ന് മംഗലാപുരം വഴി, ഒന്ന് നമ്മുടെ ഷൊർണൂർ വഴി. അപ്പോൾ ആ കാഴ്ചകളിലൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസായിട്ട് പറയാം. മറ്റൊരു ദിവസം നമുക്കൊരു മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇതാ എൻ്റെ സ്വന്തം കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ.